റൈറ്റ്. ഓക്കെ, വെഡ്ജ് ഫ്രിക്ഷൻ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രം ഒക്കെ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ബോഡി ഓർ വെയിറ്റ് ടു സപ്പോർട്ട് അല്ലേ. ഈ കാണിച്ചിരിക്കുന്നതായിരിക്കും നമ്മുടെ വെഡ്ജ്. നമ്മൾ പറഞ്ഞു ഒരു ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിനീഡ് സപ്പോർട്ട്, റൈറ്റ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ലൈക്ക് ഞാനിപ്പോൾ ബോഡിയാണ് വരച്ചേക്കുന്നത്, വെയിറ്റ് മാത്രം. അതിന് നമുക്കറിയാം ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഒരു സെൽഫ് വെയിറ്റ്. റൈറ്റ്. ഇനി നമുക്ക് ആവശ്യം എന്തൊക്കെയാണ് റിയാക്ഷൻസ് എന്ന് നോക്കാം. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ അല്ലേ. നോർമൽ റിയാക്ഷൻ എന്തായാലും ലെഫ്റ്റ് സൈഡിലുണ്ടാവും. സോ നമുക്ക് ആ നോർമൽ റിയാക്ഷൻ ഇവിടെ വരച്ച് വെക്കാം. റൈറ്റ്, നോർമൽ റിയാക്ഷൻ ഇവിടെയും അതുപോലെ ഈ ഒരു സർഫസിലും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് നോർമൽ റിയാക്ഷൻ 1 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സർഫസിലും ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ജ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഓൾറെഡി ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണത്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അടുത്തൊരു നോർമൽ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ലെറ്റ് ഇറ്റ് ബി Rn2. ഓക്കെ, രണ്ട് നോർമൽ റിയാക്ഷൻ. വേറെ അപ്ലൈഡ് ഫോഴ്സസ് ഒന്നും ഒബ്ജക്റ്റിൻ്റെ മേലെ ഇല്ല അല്ലേ. നമുക്ക് ആകെയുള്ള ഒരു അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് വെഡ്ജിൻ്റെ മുകളിലാണ്. വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മളിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓൾറൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം കോണ്ടാക്ട് ഏരിയയിലാണ്, കോണ്ടാക്ട് സർഫസിലാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അതും മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിലാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്, റൈറ്റ്. സോ നമ്മൾ പറയാം ഇതൊരു കോണ്ടാക്ട് സർഫസ് ആണ് അല്ലേ, വെഡ്ജ് ടു ബോഡി. ഈ ഒരു കോണ്ടാക്ട് സർഫസിൽ ഡെഫിനറ്റ്ലി ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു എങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ബോഡി ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത് ആദ്യം നോക്കും അല്ലേ. അതിനുശേഷം നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സേ അപ്പോൾ നമുക്ക് നോക്കാം. വെഡ്ജിനാണ് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ആസ് പെർ ഫിഗർ നമ്മൾ വെഡ്ജ് അപ്പോൾ മൂവ് ചെയ്യുന്നത്, ജസ്റ്റ് എ സെക്കൻഡ്, വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, റൈറ്റ്. വെഡ്ജ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി നമ്മളെ വെയിറ്റ് മൂവ് ചെയ്യുന്നത് അപ്വേർഡാണ് ഡെഫിനറ്റ്ലി. ബട്ട് റിലേറ്റീവ് മൂവ്മെൻറ്റ്, വെഡ്ജ് ഇതിനെ പാസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ ബോഡി എന്ന് പറയുന്നത് ആക്ച്വലി റിലേറ്റീവ് മൂവ്മെൻറ്റ് റൈറ്റ് സൈഡിലേക്കാണ്. ഒരാളെ പാസ് ചെയ്ത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മുന്നിലേക്ക് പോയി, മറ്റേ ആൾ എന്തായിപ്പോയി, പിന്നിലായിപ്പോയി. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ വെഡ്ജ് എന്തായാലും മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. സോ ബോഡി മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ബോഡിയുടെ മൂവ്മെൻറ്റ് ആ ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ബോഡിയുടെ, വെഡ്ജിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബോഡിയുടെ ഈ ഒരു സർഫസിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ഓർ ഡൗൺവേർഡ് ആയിരിക്കും. സോ ഞാൻ ബോഡിയുടെ മുകളിൽ എനിക്ക് എവിടെ വേണേലും വരയ്ക്കാം. ഈ ഒരു സർഫസിൽ എനിക്ക് എവിടെ വേണേലും ആ ഒരു ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വിച്ച് ഈസ് പാരലൽ ടു ദ സർഫസ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ദ വാല്യൂ ഷുഡ് ബി മ്യൂ ആണ് അല്ലേ, ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു Rn. അതും ഏത് Rn ആയിരിക്കണം, ഏത് സർഫസിലാണോ ആക്ട് ചെയ്യുന്നത്. Rn2 എക്സാക്ട്ലി ഏത് സർഫസിലാണോ ആക്ട് ചെയ്യുന്നത് ആ സർഫസിലുള്ള നോർമൽ റിയാക്ഷൻ മ്യൂ Rn2 ആയിരിക്കണം, റൈറ്റ്. ഇനി അതുപോലെ നമുക്കൊരു കോണ്ടാക്ട് സർഫസ് കൂടെ ഉണ്ട് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വെർട്ടിക്കൽ വോൾ സപ്പോർട്ട് ചെയ്യുന്നൊരു പോർഷൻ, ഈ ഒരു ഏരിയ. അവിടെ നമുക്ക് നോക്കാം വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബോഡി മൂവ് ചെയ്യാൻ പോകുന്നത് അപ്വേർഡ് ആയിരിക്കും അല്ലേ. വെഡ്ജ് ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച്, വെഡ്ജ് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നതിനനുസരിച്ച് ബോഡി തീർച്ചയായിട്ടും അപ്വേർഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് സർഫസിൽ ബോഡിയുടെ മേലെയുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് മീൻസ് ടുവേർഡ്സ് ഡൗൺവേർഡ്സ് അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സർഫസിൽ ഓൺ ദ ബോഡി ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ടുവേർഡ്സ് ഡൗൺ സൈഡ്.
അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു സർഫസിൽ എവിടെ വേണമെങ്കിലും വരയ്ക്കാം, ഇവിടെയോ ഇവിടെയോ എവിടെ വേണമെങ്കിലും വരച്ച് കാണിക്കാം. ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇവിടെ ജസ്റ്റ് വരക്കുന്നത് മാത്രം. ഇറ്റ് ഷുഡ് ബി പാരൽ ടു ദ സർഫസ് അല്ലേ. കോൺടാക്ട് സർഫസ് എവിടെയാണോ അതിന് പാരൽ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം, ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി മ്യൂ ആർ എൻ. അപ്പോൾ മ്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എല്ലാ സർഫസിലും സെയിം ആണെന്ന് വിചാരിച്ചു. കാരണം സർഫസ് പ്രോപ്പർട്ടി മാറുന്നതിനനുസരിച്ച് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും മാറും. നമ്മൾ ലെറ്റ്സ് സേ അസ്യൂം ചെയ്യാണ് എല്ലാവരുടെയും മ്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇൻറ്റു ആർ എൻ വൺ. കാരണം ഏത് സർഫസിലാണോ ആക്ട് ചെയ്യുന്നത് അവിടുത്തെ നോർമൽ റിയാക്ഷൻ ആയിരിക്കും. റൈറ്റ്. അപ്പോൾ ഇത്രയായിരിക്കും നമ്മൾ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഓക്കെ, ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒന്ന് എഴുതി നോക്കാം. ഇക്വിലിബ്രിയം കണ്ടീഷൻ മീൻസ് നമുക്കറിയാം എന്തൊക്കെയായിരിക്കും. ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് along horizontal direction should be 0. That means sigma fx should be 0 and sigma fy equal to 0. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ along the plane or perpendicular to the plane എടുക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടും എടുക്കാം. അപ്പം നമ്മുടെ സൗകര്യമാണ്. നമുക്ക് എന്തായാലും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എടുത്ത് നോക്കാം. ഏതെടുത്താലും കറക്റ്റാണ്, നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ആരൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഒരു നോർമൽ റിയാക്ഷൻ Rn1 ഉണ്ട്, Rn1, റൈറ്റ്, Rn1. ദെൻ പിന്നെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആരും തന്നെ ഇല്ല. പിന്നെ നമുക്ക് പറയാവുന്നത് മ്യൂ Rn2ന് ഡെഫിനറ്റ്ലി ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, Rn2നും ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും. റൈറ്റ്. അപ്പോൾ നമുക്ക് അതൊന്ന് വരയ്ക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ആക്സിസ് വെച്ചിട്ട് ഈ പറഞ്ഞ ജസ്റ്റ് എ സെക്കൻഡ്. Rn2ൻ്റെ കമ്പോണൻസ് ഒന്ന് നോക്കാം. Rn2നൊരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, അതുപോലെ റൈറ്റ് Rn2നൊരു വെർട്ടിക്കൽ കമ്പോണൻ്റ്, അതുപോലെ Rn2ൻ്റെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റും ഉണ്ടാവും. സെയിം തിങ് ഇൻ കേസ് ഓഫ് മ്യൂ Rn2നും ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും. നമുക്കറിയാം ഈ രണ്ട് പേരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കമ്പോണൻസ് കാണണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആംഗിൾ, ഒന്നെങ്കിൽ ഈ ആംഗിൾ വേണം, ഇത് ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട് വെഡ്ജിൻ്റെ ആംഗിൾ ഒരു ആൽഫയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും ഇതാ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൽഫ അല്ലേ. ആൽഫ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, ഈ ഒരു ആംഗിൾ ആൽഫ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, ആൽഫ ആയിരിക്കും അല്ലേ. കാരണം ഇത് ആൽഫ ആണെങ്കിൽ ആസ് പെർ എന്താ പറയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇത് 90 മൈനസ് ആൽഫ ആയിരിക്കും. അവിടെ നമുക്ക് 90 എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയും ഏത് ഡയറക്ഷനിലാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇത് ആൽഫ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആൽഫ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കമ്പോണൻറ്റിൻ്റെയും പേര് പറയാം. ഓക്കെ, ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് Rn2 കോസ് ആൽഫ ആയിരിക്കും, ഇത് Rn2 സൈൻ ആൽഫ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ആംഗിളുടെ കേസ് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ആംഗിൾ ആൽഫ തന്നിട്ടുണ്ട്. സോ മ്യൂ Rn2ൻ്റെ ആംഗിൾ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും, സെയിം ആൽഫ തന്നെയായിരിക്കും. ജസ്റ്റ് എ സെക്കൻഡ്. സോ ദിസ് ആംഗിൾ വിൽ ബി ആൽഫ. കാരണം ഈ ഒരു ആംഗിൾ ആൽഫ തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ആംഗിളാണ്, ആൽഫ ആയിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇൻക്ലൈൻഡ് പ്ലെയിനൊക്കെ ചെയ്യുമ്പോൾ അതേ കാര്യങ്ങൾ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് മ്യൂ Rn2 കോസ് ആൽഫ ആയിരിക്കും, ഇത് മ്യൂ Rn2 സൈൻ ആൽഫ ആയിരിക്കും.
റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബാക്കി ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാം. ഹൊറിസോണ്ടൽ ഫോഴ്സസ് Rn1, ഇവിടെ ഒരു കമ്പോണന്റ് വരുന്നുണ്ട് മൈനസ് Rn2 സൈൻ ആൽഫ, റൈറ്റ്. പിന്നെ ഈ ഒരു കമ്പോണന്റ് മൈനസ് മ്യൂ Rn2 കോസ് ആൽഫ, റൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സസേ ഉള്ളൂ. ഓക്കെ, അതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ 1. ഇനി നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം നോക്കാം. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ? ഒരു മ്യൂ Rn2 ഡൗൺവേർഡ് ഉണ്ട്, സോ മൈനസ് മ്യൂ Rn1. ദെൻ ഒരു ഡബ്ല്യു വെയിറ്റ് താഴേക്കുണ്ട്. ദെൻ Rn2ൻ്റെ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട് വിച്ച് ഈസ് അപ്വേർഡ്, ദാറ്റ് മീൻസ് പ്ലസ് Rn2 കോസ് ആൽഫ. അതുപോലെ മ്യൂ Rn2ൻ്റെ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഡൗൺവേർഡ് ഉണ്ട്, ദാറ്റ് മീൻസ് മൈനസ് മ്യൂ Rn2 സൈൻ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് ബോഡി ഓർ വെയിറ്റ്, റൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെറും നമ്മളെ വെഡ്ജ് ബോഡി സിസ്റ്റത്തിൻ്റെ ബോഡിയുടെ കേസ് മാത്രമാണ്. അതുപോലെ നമ്മളിനി എന്തുകൂടെ ചെയ്യേണ്ടി വരും? വെഡ്ജിൻ്റെ കേസ് കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. യൂഷ്വലി നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയെ നമ്മളൊരു ലെറ്റ്സ് സേ 20 ഡിഗ്രി ആംഗിളുള്ള ഒരു വെഡ്ജ് വെച്ചിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് വെക്കണമെങ്കിൽ എത്ര അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കണം എന്നൊക്കെ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആ അപ്ലൈഡ് ഫോഴ്സ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും വെഡ്ജിൻ്റെ മേലെയാണ് ആ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് വരുന്നത്. സോ വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരക്കേണ്ടി വരും. സെയിം നമ്മൾ എങ്ങനെയാണോ ബോഡിയുടെ വരച്ചത് സെയിം പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് വെഡ്ജിൻ്റെയും കൂടെ ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് നേരെ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് വെഡ്ജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് വെഡ്ജ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ആ വെഡ്ജ് ഒന്ന് ഫ്രീ ബോഡി ഡയഗ്രാം മാറ്റി വരക്കാം. ദാറ്റ് മീൻസ് ഐസൊലേറ്റിംഗ് ദ വെഡ്ജ് ഫ്രം ഓൾ ദ സപ്പോർട്ട്സ് ആൻഡ് എക്സ്റ്റേണൽ ലോഡ്സ്. സോ വെഡ്ജ് ഇതാണ് നമ്മുടെ വെഡ്ജ്. ഇപ്പം നമുക്കൊരു അപ്ലൈഡ് ഫോഴ്സസും അതുപോലെ നോർമൽ റിയാക്ഷൻസ് ഒക്കെ ഓരോ നോക്കിയിട്ട് നോക്കാം. ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട് വിച്ച് ഈസ് പി. വൺ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് പി. ദെൻ ഇവിടെ ബേസിൽ ഇയാൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബേസിലുള്ള സപ്പോർട്ട് ഞാൻ എടുത്ത് കളഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ഉണ്ടാവും, അല്ലേ? വിച്ച് ഈസ് Rn. ഞാൻ ഓൾറെഡി Rn1ഉം Rn2 ഒക്കെ യൂസ് ചെയ്തതുകൊണ്ട് ലെറ്റ്സ് സേ ഇറ്റ് മസ്റ്റ് ബി Rn3. ഓക്കെ, Rn3. ദെൻ റൈറ്റ്. ഇനിയുള്ളൊരു റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു വെയിറ്റ് നമ്മുടെ വെഡ്ജിൻ്റെ മുകളിലേക്ക് ഒരു ലോഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു വിച്ച് ഈസ് ടുവേർഡ്സ് ദ വെഡ്ജ്. അതുകൂടെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യണം. നോർമൽ ടു ദ സർഫേസ്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മളെ വെഡ്ജ് ബോഡിയെ സപ്പോർട്ട് ചെയ്ത അതേ നോർമൽ റിയാക്ഷൻ തന്നെയാണ് എവിടെയും വന്നിരിക്കുന്നത്, നമ്മുടെ വെഡ്ജിൻ്റെ മേലെയും വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. വെഡ്ജ് ആയിരുന്നു നമുക്ക് നേരത്തെ ഈ Rn2 എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് ബോഡിക്ക് കൊടുത്തിരുന്നത്. ആ സെയിം Rn2 ആണ് എവിടെയും വന്നിട്ടുള്ളത്, വെഡ്ജിൻ്റെ മുകളിലേക്കും വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ബോഡീസ് സ്പിയേഴ്സ് ഒക്കെ ഒരു ബോക്സിൻ്റെ അകത്ത് ചാനൽ സെക്ഷനിലൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടു, അല്ലേ? ഈ ഡബ്ല്യു വന്നിട്ട് വെഡ്ജിനേക്ക് കൊടുക്കുന്ന ഫോഴ്സും വെഡ്ജ് വന്നിട്ട് ബോഡിയുടെ മുകളിലേക്ക് കൊടുക്കുന്ന നോർമൽ റിയാക്ഷനും സെയിം ഫോഴ്സ് ആയിരിക്കും. ഡയറക്ഷൻ മാത്രമേ ഓപ്പോസിറ്റ് ആവുള്ളൂ.
കാരണം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രണ്ട് ബോഡീസും ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റിയാക്ഷൻ ഏതെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ ഡയറക്ഷനിൽ ബോഡി അങ്ങ് മൂവ് ചെയ്ത് പോയാൽ അപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാം സെയിം നോർമൽ ഡയറക്ഷൻ അവിടെ. അപ്പോൾ എനിക്ക് R(2)ൻ്റെ വാല്യൂ തന്നെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് വെഡ്ജിൻ്റെ മേലെയുള്ള അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. റൈറ്റ്, ഓരോ കോൺടാക്ട് സർഫസ് ആയിട്ട് എടുക്കാം. ആദ്യം നമുക്ക് വെഡ്ജിൻ്റെ ബേസിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നോക്കാം. ബേസിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് എന്തായാലും ഈ ഒരു സർഫസിലാണെന്ന് മനസ്സിലായി. ഇറ്റ് ഷുഡ് ബി പാരലൽ ടു ദ സർഫസ്. നമ്മൾ നോക്കേണ്ടത് നമ്മൾ എടുക്കാൻ പോകുന്ന ബോഡി വിച്ച് ഈസ് നൗ ഇറ്റ് ഈസ് വെഡ്ജ്. വെഡ്ജ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് നോക്കുക. തീർച്ചയായിട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെഡ്ജിൻ്റെ മേലെ ഉണ്ടാവുന്ന ആ ഒരു സർഫസിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ടുവേർഡ്സ് റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് സൈഡാണ്. ദ വാല്യൂ ഷുഡ് ബി μr(n)3. മ്യൂ ഇസ് സെയിം. നമ്മളെടുത്ത കണ്ടീഷൻ അനുസരിച്ച് എല്ലാവരുടെയും മ്യൂ സെയിം ആണ്. അല്ലെങ്കിൽ μ1 μ2 μ3 ഒക്കെ എടുക്കേണ്ടി വന്നേ. ഇവിടെ മ്യൂ സെയിം ആണെന്ന് പറയാം, μr(n)3. അതുപോലെ ഒരു കോൺടാക്ട് സർഫസ് കൂടെയുണ്ട് നമ്മുടെ വെഡ്ജിൽ അല്ലേ, മൂവ് ചെയ്യുന്ന സമയത്ത് ബോഡിയായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു ഏരിയ. ആ ഒരു ഏരിയയിൽ നമുക്ക് പറയാൻ പറ്റും വെഡ്ജ് മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് ദിസ് ഡയറക്ഷനിലാണ് അല്ലേ. വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സർഫസിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ഓർ ടുവേർഡ്സ് അപ്വേർഡ് ആയിരിക്കും. ഓക്കെ, ആദ്യം ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് നോക്കുക. നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ്, നോട്ട് ബോഡി. നമ്മളിപ്പോൾ വെഡ്ജാണ് നോക്കുന്നത്. സോ വെഡ്ജ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു ഡയറക്ഷൻ ടുവേർഡ്സ് അപ്വേർഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പാരലൽ ടു ദ പ്ലെയിൻ അല്ലെ. ഏത് പ്ലെയിനിലാണോ അവിടെ പാരലായിരിക്കും. അവിടെ നമുക്ക് പറയാം ഇറ്റ് ഷുഡ് ബി μr(n)2. ഓക്കെ, μr(n)2 ആയിരിക്കും. ഇത്രയും ഫോഴ്സുകളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. രണ്ട് നോർമൽ റിയാക്ഷൻ, ഒരു അപ്ലൈഡ് ഫോഴ്സ്, രണ്ട് കോൺടാക്ട് സർഫസ് ഉണ്ട്. സോ രണ്ട് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഈ പറഞ്ഞ സർഫസിൽ ഞാൻ ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചപ്പം ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചത് ഓർമ്മയുണ്ടാവും. ഇതാ ഈ ഒരു കോൺടാക്ട് സർഫസിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ടുവേർഡ്സ് ഡൗൺവേർഡ് ആണ് കാണിച്ചത്, μr(n)2. സെയിം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ തന്നെയാണ് ഇവിടെയും വെഡ്ജിൻ്റെ ടോപ്പ് സൈഡിൽ വന്നിട്ടുള്ളത്, μr(n)2 ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ മുകളിലത് ഡൗൺവേർഡ് ആണെങ്കിൽ വെഡ്ജിൻ്റെ മുകളിലത് അപ്വേർഡ് ആയിരിക്കും. അതേത് കേസിലാണെങ്കിലും കോൺടാക്ട് സർഫസ് ആണെങ്കിൽ ഒരു ബോഡിയുടെ മുകളിലുണ്ടതിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അടുത്ത ബോഡിയുടെ സർഫസിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. റൈറ്റ്, കാരണം നമ്മൾ പഠിക്കുന്നതൊക്കെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. സ്റ്റിൽ ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം ആയിരിക്കും, വിച്ച് ഈസ് നോട്ട് മൂവിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രിക്ഷൻ. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഇക്വേറ്റ് ചെയ്ത് കിടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പറഞ്ഞ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ പ്രകാരമുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ പോസിബിൾ ആണ്. ജസ്റ്റ് ആ എക്സാമ്പിൾ ഒന്നുകൂടെ ഒന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. ബോഡി വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, ഫോഴ്സ് അങ്ങോട്ടേക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ ബോഡിയുടെ കേസിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ബോഡി മൂവ് ചെയ്യുന്നത്, വിച്ച് ഇസ് ദ റിലേറ്റീവ് മൂവ്മെന്റ്. ഓക്കെ, റിലേറ്റീവ് ബോഡി മൂവ് ചെയ്യുന്നില്ല റൈറ്റ് സൈഡിലോട്ട്, ബട്ട് സ്റ്റിൽ വെഡ്ജ് പാസ് ചെയ്ത് പോകുന്നതാണ് നമുക്കറിയാം ബോഡി മൂവിങ് റൈറ്റ് സൈഡ്. ബോഡിയുടെ മൂവ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ വെഡ്ജിന്റെ സർഫസിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതങ്ങ് പോവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ബോഡി മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായതുകൊണ്ട് ബോഡിയുടെ മുകളിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദിസ് സൈഡ് ആയിരിക്കും. ഇതായിരിക്കും നമ്മൾ രണ്ടുപേരുടെയും മുകളിൽ വരച്ചേക്കുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. നോക്കിയേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. റൈറ്റ്, ഇതാ വെഡ്ജിൻ്റെ മുകളിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു ഡയറക്ഷനിലാണ്. യെസ് അല്ലേ, സെയിം തന്നെ ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് രണ്ടും സെയിം കോൺടാക്ട് സർഫസിലുള്ള സെയിം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. ഇത് μr(n)2 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് μr(n)2 ആയിരിക്കും, ഏതൊരു കോൺടാക്ട് സർഫസിലാണെങ്കിലും. ഓക്കെ, സോ നമ്മൾ വെഡ്ജിൻ്റെ കേസിലുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൂടെ ഒന്ന് എഴുതണം, അത്ര തന്നെ. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ σfx = 0, σfy = 0, സെയിം കാര്യം തന്നെ നമുക്ക് എഴുതാം. ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം വെഡ്ജ്. വെഡ്ജിന്റെ സെൽഫ് വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ
സപ്പോർട്ട് ചെയ്യുന്ന ബോഡി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് സെൽഫ് വെയിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലത്തിൽ വെഡ്ജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 20 ന്യൂട്ടൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ല, ഒഴിവാക്കാം. ഓക്കെ, സോ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഏതൊക്കെയായിരുന്നു ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഒരു μrn3 ഉണ്ട്, μrn3 വിച്ച് ഈസ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്, പിന്നെ ഒരു പി ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ഉണ്ട്, -p കഴിഞ്ഞു. പിന്നെയുള്ള രണ്ട് ഇൻക്ലൈൻഡ് ഫോഴ്സസ് ആണ്. അതിൻ്റെ രണ്ടുപേരുടെയും കമ്പോണൻസ് കണ്ടാൽ മതിയാവും. നോക്കാം, നമുക്ക് രണ്ടിനും നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ Rn2ൻ്റെ വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ ആയിരിക്കും, Rn2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇതായിരിക്കും. അതുപോലെ μrn2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇതായിരിക്കും, μrn2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇതായിരിക്കും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ വാല്യൂസ് എഴുതാം. വാല്യൂസ് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിള് ആൽഫയാണ്, കാരണം ഓൾറെഡി വെഡ്ജിൻ്റെ ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് പാരലാണിത്. സോ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് μrn2 കോസ് ആൽഫ ആയിരിക്കും. ഇത് μrn2 സൈൻ ആൽഫ ആയിരിക്കും. ഓക്കെ, ദെൻ നിങ്ങൾ ആംഗിളൊക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതും ആൽഫയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് Rn2 കോസ് ആൽഫ ആയിരിക്കും. ഇത് Rn2 സൈൻ ആൽഫ ആയിരിക്കും. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് 90 മൈനസ് ആൽഫ ആയിരിക്കും അല്ലേ, ഈ ഒരു ആംഗിള്. അങ്ങനെയാണെങ്കിൽ ഇതും സെയിം ആംഗിൾ ആയിരിക്കും. ഇത് 90 മൈനസ് ആൽഫ. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ, അത് 90 മൈനസ് ആൽഫ ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇത് ആൽഫ ആയിരിക്കും അല്ലേ. നിങ്ങളുടേതായിട്ടുള്ള വഴിക്ക് കണ്ടുപിടിച്ചോളാം. ഓക്കെ, എല്ലാ കമ്പോണൻസുമായി ഇനി നമുക്ക് നേരെ അതിൻ്റെ ഫോഴ്സസ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഒരു പോസിറ്റീവ് Rn2 സൈൻ ആൽഫ ഉണ്ട്, പ്ലസ് Rn2 സൈൻ ആൽഫ, പിന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലസ് μrn2 cos alpha ഉണ്ട്, which is equal to 0 for in the case of equilibrium. Okay, then നമുക്ക് നേരെ vertical forces ലിസ്റ്റ് ചെയ്യാം. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു അപ്വേർഡ് Rn3 ഉണ്ട്, Rn3 പോസിറ്റീവ്. ദെൻ ഒരു Rn2 കോസ് ആൽഫ ഡൗൺവേർഡ് ഉണ്ട്, മൈനസ് Rn2 കോസ് ആൽഫ. ദെൻ ഇവിടെ ഒരു μrn2 സൈൻ ആൽഫ പ്ലസ് μrn2 സൈൻ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 0. കഴിഞ്ഞില്ലേ? 1 2 3 3 വെർട്ടിക്കൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് രണ്ട് ഇക്വേഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത്, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് രണ്ട് അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ ബോഡിയുടെ കേസ് എടുത്താലും അവിടെയും നമുക്ക് രണ്ട് ഇക്വേഷനാണ് ഉള്ളത്, അവിടെ നമുക്ക് രണ്ട് അൺനോൺസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇത്രയും കാര്യം നമ്മൾ പഠിച്ചത്. ഇനി ഇത് തന്നെയാണ് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസിൽ ചെയ്യാനുള്ളത്. വെഡ്ജ് തന്നിട്ടുണ്ടാവും, ഒരു ബോഡി തന്നിട്ടുണ്ടാവും, അവിടെ നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത അൺനോൺ വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അതിനു മുമ്പ് ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. മൊഡ്യൂൾ 2 ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആയിരുന്നു. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ അനാലിസിസ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ വെഡ്ജ് വിത്ത് എ സൂട്ടബിൾ എക്സാമ്പിൾ. ഒരു വെഡ്ജ് ആക്ട് ചെയ്യുന്നതിൻ്റെ അനാലിസിസ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു തവണ 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ വെഡ്ജിൻ്റെ അനാലിസിസ്. ഒരു വെഡ്ജും ബോഡിയും വരയ്ക്കുക, അതിൽ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതുക, വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, വെഡ്ജിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതുക. റൈറ്റ്, 1-2 തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മളെ സീരീസിനും ആവശ്യം വരും. ഓക്കെ, ഒന്നുകിൽ ഈ പറഞ്ഞ അനാലിസിസ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, സോ അതാണ് വെഡ്ജ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് നേരെ വെഡ്ജ് ഫ്രിക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഒരു തിയറി ചോദിച്ചു. ദെൻ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്.
ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേ ചെയ്ത് ഈ 13A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ദെൻ ഇറ്റ്സ് എ യൂണിഫോം ലാഡർ. ഫ്രിക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലാഡർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. യൂണിഫോം ലാഡർ വീണ്ടും ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കാണാം, നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, 14 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. Question ഇതാണ്, if the coefficient of static friction means mu, like നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ പഠിക്കുന്നില്ല. സോ coefficient of static friction equals 0.3 for all surfaces of contact. ഓക്കെ, എല്ലാ സർഫസ് കോൺടാക്റ്റിലും mu 0.3 ആയിട്ട് എടുക്കാം, just common value. Determine the smallest value of P. Determine the smallest value of force P necessary to raise the block A of mass 300 kilogram. Neglect the weight of the wedge and angle of wedge is 10 degree. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.3 mu. ഡിറ്റർമിൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഫോഴ്സ് പി. നമുക്ക് ഈ പി കണ്ടുപിടിക്കണം, വെഡ്ജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന പി കണ്ടുപിടിക്കണം. ടു റേസ് ദ ബ്ലോക്ക് എ, അവിടെ തന്നെ നമുക്ക് ബോഡിയുടെ മൂവ്മെൻറ്റ് മനസ്സിലായി ഒന്ന്, റൈറ്റ്. റേസ് ദ ബ്ലോക്ക് എ. ഇപ്പോൾ ബ്ലോക്ക് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ബ്ലോക്ക് മുകളിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വെഡ്ജ് മൂവ് ചെയ്യുന്നതും ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമുക്ക് മനസ്സിലായി. അതാണ് നമുക്ക് ആദ്യം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായി. മാസ് ഓഫ് 300 കിലോഗ്രാം, ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. ബട്ട് മാസ് അല്ല നമ്മൾ യൂസ് ചെയ്യുക, അതിൻ്റെ വെയിറ്റ് ആണ്. സോ നമ്മൾ 300 ഇൻറ്റു 9.8 ദാറ്റ് മച്ച് ഓഫ് ന്യൂട്ടൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും വെയിറ്റിലായിരിക്കും ചെയ്യേണ്ടത്. ആൻഡ് നെഗ്ലക്ട് ദ വെയിറ്റ് ഓഫ് ദ വെഡ്ജ്. ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ വെഡ്ജിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്തിട്ടില്ല, ഇവിടെ ആവശ്യമില്ല. ദെൻ ആംഗിൾ ഓഫ് വെഡ്ജ് ഈസ് 10 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യുന്നതെല്ലാം സെയിം പ്രൊസീജിയർ തന്നെ. ആദ്യം നമുക്ക് ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഇതാണ് നമ്മുടെ ബോഡി. ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഓരോന്നായിട്ട് നോക്കാം. വിച്ച് മീൻസ് ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട് അല്ലേ, സെൽഫ് വെയിറ്റ്. അത് ആക്ച്വലി 300 ആണ്. നമുക്ക് വാല്യൂ എഴുതി കളയാം. 300 ഇൻറ്റു 9.8 ദാറ്റ് മച്ച് ഓഫ് ന്യൂട്ടൺ, നോട്ട് 300 കിലോഗ്രാം, 309.8 ന്യൂട്ടൺ. ദെൻ ഒരു നോർമൽ റിയാക്ഷൻ ഇതാ ഈ ഒരു സർഫസിൽ വരും അല്ലേ, നോർമൽ റിയാക്ഷൻ. സോ നമുക്ക് ആ നോർമൽ റിയാക്ഷൻ ഒന്ന് എഴുതിയേക്കാം. വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് Rn. ദെൻ ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും ബോഡിക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. സോ Rn. സോ രണ്ട് Rn വന്നുകൊണ്ട് തന്നെ ഞാൻ Rn1 Rn2 ഏതുകൊണ്ടും എടുക്കാം. Rn1 Rn2 രണ്ടെടുത്ത്. ഇനി നമുക്ക് വേറെ ഫോഴ്സസ് ഒന്നുമില്ല, അപ്ലൈഡ് ഫോഴ്സ് ഒന്നും ബോഡിയുടെ മുകളിലില്ല. നമുക്കിനി നോക്കാനുള്ളത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡെഫിനറ്റ്ലി നമുക്കറിയാം, കോൺടാക്ട് സർഫസ് ഒന്ന് ഇതാണ്. ഈ രണ്ട് സർഫസിലും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയണം. ലെറ്റ്സ് സേ നമുക്ക് ഇവിടുത്തെ തന്നെ നോക്കാം. നമ്മളോട് പറഞ്ഞു ടു റേസ് ദ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഡ് നമുക്ക് മുകളിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. സോ ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഈസ് ടുവേർഡ്സ് അപ്പ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ടുവേർഡ്സ് ഡൗൺ സൈഡ്. ഓക്കെ, സോ ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിലൊരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. വാല്യൂ ഈസ് mu Rn1 ആണ്. മ്യൂവിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. mu ഈസ് 0.3. ഓക്കെ, സോ എനിക്ക് അവിടെ ഡയറക്റ്റ് എഴുതാം, വിച്ച് ഈസ് 0.3 Rn1 അല്ലേ, 0.3 Rn1. ഇനി നമുക്ക് അടുത്ത കോണ്ടാക്ട് സർഫസ് വിച്ച് മീൻസ് വെഡ്ജും ബോഡിയും തമ്മിലുള്ള കോണ്ടാക്ട് സർഫസ് നോക്കാം.
ആദ്യം ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് ധാരണയുണ്ട്. എന്നാൽ നമുക്ക് വെഡ്ജ് തൊട്ടിട്ട് ബോഡിയിലേക്ക് പോകാം. വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. മൂവ്മെൻറ്റ് ഓഫ് വെഡ്ജ്. വെഡ്ജ് ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ബോഡി ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ. വെഡ്ജ് പാസ് ചെയ്ത് പോവുകയാണ്, സോ ബോഡി പാസ് ചെയ്ത് ഡയറക്റ്റ് സൈഡിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ബോഡിയുടെ ഈ ഒരു സർഫസിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെയും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കിട്ടി, വിച്ച് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അത് ഇവിടെ വേണേലും കാണിക്കാം, എവിടെ വേണേലും കാണിക്കാം, ജസ്റ്റ് ഇവിടെ കാണിച്ചത് മാത്രം. ദിസ് ഡയറക്ഷൻ. ഓക്കെ, വാല്യൂ ഈസ് 0.3 Rn2. ഓക്കെ, Rn2 ആണല്ലോ ആ സർഫസിലുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സസുമായി, റൈറ്റ്, എല്ലാ റിയാക്ഷൻസുമായി അപ്ലൈഡ് ഫോഴ്സ് ഇല്ല, സെൽഫ് വെയിറ്റ് ഉണ്ട്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റഡ്. ഇനി നമുക്ക് ഈ പറഞ്ഞ എല്ലാവരെയും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 0.3 Rn2 ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും. സെയിം Rn2 കേസിലും ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, അതുപോലെ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. റൈറ്റ്, നമുക്ക് ഓരോ കമ്പോണൻറ്റിൻ്റെയും വാല്യൂസ് നോക്കാം. ഓക്കെ, പ്ലെയിനിൻ്റെ വെഡ്ജിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതാ ഈ ഒരു ആംഗിൾ ഈസ് 10 ഡിഗ്രി. ജസ്റ്റ് എ സെക്കൻഡ്. ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. 10 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ആയിരിക്കും. ഞാനിതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താൽ ഇത് 90 ആയിരിക്കും. അപ്പോൾ ഇത് 90 മൈനസ് 10 ആയിരിക്കും. അപ്പോൾ ഇത് 10 ആയിരിക്കും അല്ലേ. നമ്മൾ കുറേ തവണ കണ്ട കാര്യങ്ങളാണത്. ഇത് 10 ആയിരിക്കും. മാത്രമല്ല ഇതും ഇത്രയായിരിക്കും. ഇതും 10 ആയിരിക്കും, റൈറ്റ്. ഇത് 90 മൈനസ് 10 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും സെയിം ആംഗിൾ ആണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കുറേ തവണ ചെയ്യുമ്പോൾ അത് ഓൾറെഡി പ്രാക്ടീസ് ആയിട്ട് വരും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഓരോ തവണയും കണ്ടുപിടിച്ചു, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ആംഗിൾ 10 ആണെന്ന് അറിയാം, അല്ലെങ്കിൽ ഇത് 80 ആണെന്നും അറിയാം. വാട്ടെവർ, നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എഴുതാൻ. ഇത് 80 ആണെങ്കിൽ നമുക്കറിയാം ഈ വാല്യൂ എന്തായിരിക്കും, Rn2 cos 80യും ഇത് Rn2 sin 80യും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 80 എടുക്കുന്നില്ല, 10 എനിക്ക് ഡയറക്റ്റ് കിട്ടിയെന്നായിരിക്കും ഒറ്റയടിക്ക്. അപ്പോൾ ഞാൻ നേരെ ആ വഴിക്ക് അങ്ങ് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് Rn2 sin 10 ആയിരിക്കും, ഇത് Rn2 cos 10 ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇയാളുടെ കമ്പോണൻസ് നോക്കാം. ഇയാളുടെ കമ്പോണൻസ് നോക്കുക മീൻസ് ഇതാ ഈ ഒരു ആംഗിൾ 10 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ, ഈ ഒരു ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 10 ആയിരിക്കും. ഓക്കെ, സെയിം. അപ്പോൾ നമുക്ക് കിട്ടി ഈ ഒരു ആംഗിൾ വിച്ച് ഈസ് 10 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് 0.3 Rn2 sin 10 ആയിരിക്കും, ഇത് 0.3 Rn2 cos 10 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എഴുതാം. മീൻസ് ഫോർ ഇക്വിലിബ്രിയം ഓഫ് ബോഡി നോട്ട് വെഡ്ജ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ബോഡിയിലാണ്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് നോക്കിയേ. യെസ്, Rn2 sin 10 ഉണ്ട്, മൈനസ് Rn2 sin 10, ഇവിടെ മൈനസ് ഇത് മ്യൂ Rn2 ആണല്ലേ. ഓക്കെ, 0.3 ഉണ്ട്, റൈറ്റ്. അതും മൈനസ് ആണ്, 0.3 Rn2 cos 10. ഓക്കെ, വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയാൻ ഇവിടെ ഒരു Rn1 കിടക്കുന്നുണ്ട്, അത് പ്ലസ് ആണ്, വിച്ച് ഇസ് Rn1 ഈക്വൽ ടു 0. ഓക്കെ,
ആ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു RN2, ഒരു RN2, ഒരു RN1. രണ്ട് അൺനോൺസ് ഉണ്ട്. എന്തായാലും അത് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് നേരെ സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോയിലേക്ക് പോവാം. സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ മീൻസ് വെർട്ടിക്കൽ ഫോഴ്സസ് അല്ലേ. ആദ്യം ഇതേ കിടക്കുന്നു 0.3 RN1 ഡൗൺവേർഡ് ഉണ്ട്, 0.3 RN1 ഡൗൺവേർഡ്, ഒരു W ഡൗൺവേർഡ് ഉണ്ട്, സെൽഫ് വെയിറ്റ്. ദെൻ ഇതിലുള്ള ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് അപ്വേർഡ് ഉണ്ട്, വിച്ച് ഈസ് പ്ലസ് RN2 cos 10. ഓക്കെ, ദെൻ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവിടെയുണ്ട്, 0.3 RN2 sin 10 മൈനസ് 0.3 RN2 sin 10 ഈക്വൽ ടു 0. ഓക്കെ, രണ്ട് ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാനുള്ളൂ ഈ ഒരു ഇതിൽ. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അതിൽ തന്നെ നമുക്ക് എല്ലാ അൺനോണും കിട്ടിയിരിക്കണം. നോക്കി, ഇവിടുത്തെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ RN1 ഉണ്ട്, RN2 ഉണ്ട്, RN2 ഉണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത് നടക്കില്ല ഇക്വേഷനിൽ. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ലും RN2ഉം RN1ഉം ഉണ്ട്. സോ അത് ഇൻ ടേംസ് ഓഫ് RN2 ആൻഡ് RN1ൻ്റെ ഒരു ഇക്വേഷൻ ആക്കാം. ഇയാളെയും നമുക്ക് RN2ൻ്റെയും RN1ൻ്റെയും ടേംസിലൊരു ഇക്വേഷൻ ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെറ്റ്സ് ഇത് എക്സ് വൈ ആണെങ്കിൽ ഇത് നമുക്കൊരു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സംവാട്ട് ഒരു വാല്യൂ കിട്ടും. ഇത് നമുക്ക് ചിലപ്പോൾ ഒരു എക്സ് മൈനസ് വൈ ഈക്വൽ ടു സംവാട്ട് ഒരു വാല്യൂ കിട്ടും. ഇത് നമുക്ക് നേരെ നിങ്ങൾ എ പ്ലസ് ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല, ലീനിയർ ഇക്വേഷൻ. അത് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. റൈറ്റ്, ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ മീൻസ് നിങ്ങളത് ഏതെങ്കിലും ഒരു വാല്യൂ, ഇതിൻ്റെ കേസിലാണെങ്കിൽ വൈയും വൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പോകും, അവിടെ നിന്ന് എക്സ് കിട്ടും, അങ്ങനെ ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് നിങ്ങളെ കാൽക്കുലേറ്ററിൽ രണ്ട് അൺനോൺസ് ഉള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഓപ്ഷൻ എടുക്കുക. ദെൻ അതിൽ രണ്ട് അൺനോൺസ് വരുന്നത് നമ്പർ ഓഫ് അൺനോൺസ് 2 കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എക്സും വാല്യൂ ലെറ്റ്സ് ഞാൻ ജസ്റ്റ് അതിൻ്റെ സാമ്പിൾ ഒന്ന് കാണിക്കാം. ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ്, നമുക്ക് RN1ഉം RN2ൻ്റെയും ടേംസിലോട്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആരൊക്കെയുള്ളത്? RN1 ഒരാളല്ലേ ഉള്ളൂ, RN1. ദെൻ RN2 രണ്ട് പേരുണ്ട്, ദാറ്റ് മീൻസ് പ്ലസ് RN2 ഇൻറ്റു മൈനസ് സൈൻ 10 അല്ലേ. ഇവിടെ നമുക്ക് RN2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ 10 വരും. ഇവിടെ RN2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 0.3 cos 10 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് ഇക്വേഷൻ നമ്പർ 3. അതുപോലെ ഇക്വേഷൻ നമ്പർ 2, ഇത് നമുക്കൊരു സിംഗിൾ വാല്യൂ കിട്ടുമല്ലോ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 ബിക്കംസ്, ഇക്വേഷൻ നമ്പർ 2ൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അതിൽ RN1 നമുക്ക് ആദ്യം എടുക്കാം. RN1ൽ തന്നെ ഒരു വാല്യൂ ഉള്ളൂ തോന്നുന്നല്ലേ. അപ്പോൾ മൈനസ് 0.3 RN1, RN2 രണ്ട് പേരുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് RN2 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു cos 10 ഉണ്ട്, cos 10 ഉണ്ട്. അതുപോലെ ഇവിടെ മൈനസ് 0.3 സൈൻ 10 ഉണ്ട്. ഓക്കെ, ഇനി ആരാ ബാക്കിയുള്ളത്? ഒരു മൈനസ് W ആണ്. ആ W എടുത്തിട്ട് നമുക്ക് ഈക്വൽ ടു ഇട്ടിട്ട് പുറത്ത് എഴുതാം. W എന്ന് വെച്ചാൽ വാല്യൂ നമുക്കറിയാം, 300 ഇൻറ്റു 9.8 ആണ്. ഓക്കെ, ആ Wൻ്റെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയുള്ളത്? RN1ൻ്റെ ഒരു ടേം ഇവിടെയുണ്ട്, RN1ൻ്റെ ടേം ഇവിടെയുണ്ട്, RN2ൻ്റെ ഒരു സിംഗിൾ ടേം, ഇതൊരു സിംഗിൾ വാല്യൂ ആയിട്ട് കിട്ടും, അവിടെയുണ്ട്, ഇതിലുമുണ്ട്. നേരെ കാൽക്കുലേറ്റർ എടുക്കുക, ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന, എൻ്റെ കയ്യിൽ ഇപ്പം ലാപ്പിലെ കാൽക്കുലേറ്ററിലാണ് കാണിക്കാൻ. ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന എടുക്കുക, നമ്പർ ഓഫ് അൺനോൺസ് 2 കൊടുക്കുക. അതിൽ എക്സ് വൈയോ അല്ലെങ്കിൽ AB എന്നായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്, എക്സ് വൈ ആയിരിക്കും മേ ബി. അപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇത് 1 ആണ്, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഈ ഒരു വാല്യൂ ആയിരിക്കും. അതുപോലെ ഈക്വൽ ടു C എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിങ്ങനെയാണ് ആ ഇക്വേഷൻ. ഞാൻ അതിനുവേണ്ടി അധികം സമയം കളയുന്നില്ല. കാൽക്കുലേറ്ററിൽ AX + BY = C എന്ന് പറയുന്നൊരു കൺസിഡറേഷനിലായിരിക്കും അവർ പോകുന്നത്.
A1 B1 ഈക്വൽ ടു C1. അപ്പം എ മീൻസ് Rn1ൻ്റെ കോഎഫിഷ്യൻ്റ് കൊടുക്കുക XRn1 ആക്കിയിട്ട്. ബി മീൻസ് Rn2ൻ്റെ കോഎഫിഷ്യൻ്റ് കൊടുക്കുക ഈ ടേം. ഇത് 1 ആയിരിക്കും ഇവിടെ. ഇവിടെ ഈ ഒരു ടേം എന്താണോ ആ വാല്യൂ എഴുതുക. സി ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിലും AX+BY ഈക്വൽ ടു സി എന്നുണ്ടാവും. അതിൽ എ എന്ന് പറയുന്നത് -0.3 ആയിരിക്കും അല്ലേ, Rn1ൻ്റെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ BY എന്ന് വെച്ചാൽ Rn2 ആണ്. ബിയുടെ കമ്പോണൻറ്റ് ഇതാണ്, ബിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഈക്വൽ ടു സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 300 ഇൻറ്റു 9.8. ജസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഡയറക്റ്റ് കാൽക്കുലേറ്റ്. ഒരിക്കലും നമ്മൾ മാനുവലി ചെയ്യാൻ നിൽക്കരുത്, നമ്മുടെ സമയം പോകും. ഓക്കെ, അവിടുന്ന് തന്നെ നമുക്ക് Rn1 ഈക്വൽ ടു സംവാട്ട് ന്യൂട്ടൺ കിട്ടും. അതുപോലെ Rn2 ഈക്വൽ ടു സംവാട്ട് ന്യൂട്ടൺ കിട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ബോഡിയുടെ കേസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നേരെ നമുക്ക് വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം കൂടെ വരക്കണം. സോ നേരെ FBD ഓഫ് വെഡ്ജ്, നമ്മൾ വെഡ്ജ് വരയ്ക്കുക. വെഡ്ജ് ഇവിടെ കുറച്ച് ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നോക്കി ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഹൈറ്റ് ഒക്കെയാണുള്ളത് വെഡ്ജിന്, കണ്ടില്ലേ? അതുപോലെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ വെഡ്ജ്. ഇവിടെ 10 ഡിഗ്രി തന്നിട്ടുമുണ്ട്. നമുക്ക് വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാൻ അറിയാം. വേണം ഒന്ന് ഫിഗർ നോക്കിയോ. ഇതാണ് ആ ഫിഗർ. താഴെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ജസ്റ്റ് എ സെക്കൻഡ്. ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് വരയ്ക്കാം. സോ വെഡ്ജ്, ഓക്കെ, താഴെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും ഡെഫിനറ്റ്ലി. സോ ഒരു നോർമൽ റിയാക്ഷൻ ഞാൻ 1ഉം 2ഉം യൂസ് ചെയ്തു, അതുകൊണ്ട് തന്നെ Rn3. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, Rn3. അതുപോലെ നമ്മുടെ ഇതാ വെഡ്ജിൻ്റെ മേലെയും ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. അതെന്തായിരിക്കും വാല്യൂ? വെഡ്ജിൻ്റെ മേലെ വരുന്നത് Rn2 തന്നെയായിരിക്കും. കാരണം ദ വെഡ്ജ് നമ്മളെ ബോഡിയുടെ മുകളിലേക്ക് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ Rn2 കൊടുത്തിട്ടുണ്ട്. സെയിം സർഫസിൽ വരുന്ന നോർമൽ റിയാക്ഷനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും Rn2 ആയിരിക്കും. സെയിം കോണ്ടാക്ട് സർഫസ്, അതുകൊണ്ട് തന്നെ സെയിം നോർമൽ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് Rn2. ഓക്കെ, ദെൻ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. യെസ്, അപ്ലൈഡ് ഫോഴ്സ് P. ഇനി നമുക്ക് വേണ്ടത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ബോഡിയെ ടുവേർഡ്സ് അപ്വേർഡ് ആണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ വെഡ്ജിന് എന്തായാലും ഈ ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കണം മൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫോഴ്സിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്ക്, ഈ സർഫസിൽ ഈ ഒരു ഡയറക്ഷനിൽ സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ വെഡ്ജിൻ്റെ ഈ ഒരു സർഫസിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഡെഫിനറ്റ്ലി വാല്യൂ എന്ന് പറയുന്നത് 0.3 മ്യൂ Rn3 ആയിരിക്കും. അതുപോലെ ഇതാ ഓപ്പോസിറ്റ്, ഈ ഒരു വെഡ്ജിൻ്റെ ഈ ഒരു ഫേസിൽ മൂവ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് നോക്കുക, ആ സർഫസ്, ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് 0.3 Rn2 ആണ്. ഇവിടെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് Rn2ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മളിവിടെ ഓൾറെഡി
ഫൈൻഡ് ചെയ്തിട്ടുണ്ട് Rn2ൻ്റെ വാല്യൂ. സോ ഇതൊക്കെ നമുക്ക് നോൺ വാല്യൂ ആണ് ഓൾറെഡി. ഓക്കെ, ഇനി ഒന്നുമില്ല, സെയിം പ്രൊസീജിയർ എന്തായിരിക്കും ഇതിൻ്റെ നമ്മൾ വെഡ്ജിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയാം. ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് വെഡ്ജ് അല്ലേ, എന്തൊക്കെ വരും? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇതാ ഇവിടെ ഒരു 0.3 Rn3 ഉണ്ട്, 0.3 Rn3. പിന്നെ ഒരു പി മൈനസ് ഉണ്ട് അല്ലേ, പി ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, -P. പിന്നെ ഉള്ളത് 2 ഫോഴ്സസ് ആണ് അല്ലേ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. സോ അതിന് നമുക്ക് കമ്പോണൻസ് കാണേണ്ടി വരും. ഇതാണൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, അതിനൊരു കമ്പോണൻറ്റ്, അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇയാൾക്ക് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആംഗിളുടെ പേര് പറയുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി 10 ആയിരിക്കും, അതുപോലെ ഇതും 10 ആയിരിക്കും. അത് ഒറ്റയടിക്കെടുത്ത് ബൈഹാർട്ട് ചെയ്ത് വരക്കാനല്ല, നമ്മൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ ചെയ്തെന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ 0.3 Rn2 കോസ് 10 ആയിരിക്കും, ഇത് 0.3 Rn2 സൈൻ 10 ആയിരിക്കും. ഇത് Rn2 കോസ് 10 ആയിരിക്കും, ഇത് Rn2 സൈൻ 10 ആയിരിക്കും. ഓക്കെ, എപ്പോഴും ചെയ്യുന്ന സെയിം പ്രോസസ്. അപ്പോൾ ഈ ഒരു വാല്യൂ ഹൊറിസോണ്ടൽ ഫോഴ്സ് ടുവേർഡ്സ് പോസിറ്റീവ് ഡയറക്ഷൻ 0.3 Rn2 കോസ് 10, അതുപോലെ ഈ ഒരാളും അതും പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ്, പ്ലസ് Rn2 സൈൻ 10. ഇത്ര വരെ ഉള്ളൂ, ഈക്വൽ ടു 0. അതിൽ നമുക്ക് Rn2ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇതാ ഇതും അറിയാം, റൈറ്റ്? ഇവിടെ ആകെ 2 അൺനോൺസേ ഉള്ളൂ, Rn3യും പിയും. ഓക്കെ, ബാക്കി 2 വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്ക് നേരെ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 വെർട്ടിക്കൽ ഫോഴ്സസ് ലിസ്റ്റ് ചെയ്യാം. വെർട്ടിക്കൽ ഫോഴ്സസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലസ് Rn3 കാണാം ടുവേർഡ്സ് അപ്വേർഡ്, പ്ലസ് Rn3. ദെൻ ഇവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് അപ്വേർഡ് കാണാം, പ്ലസ് 0.3 Rn2 സൈൻ 10. ഇവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഡൗൺവേർഡ് കാണാം, മൈനസ് Rn2 കോസ് 10. ഇത്രയും വരില്ലുള്ളൂ. ഒരു വെർട്ടിക്കൽ ഫോഴ്സ്, 2 വെർട്ടിക്കൽ ഫോഴ്സ്, 3 വെർട്ടിക്കൽ ഫോഴ്സ്, 3 വെർട്ടിക്കൽ ഫോഴ്സസ് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ആരൊക്കെയാണ് അൺനോൺ ആയിട്ടുള്ളത്? Rn3 മാത്രമാണ് അൺനോൺ, Rn2 നോൺ വാല്യൂ ആണ്, Rn2 നോൺ വാല്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് Rn3 ഈക്വൽ ടു സംവാട്ട് ന്യൂട്ടൺ ഒരു ഫോഴ്സ് കിട്ടും ഈ ഒരു ഇക്വേഷനിൽ തന്നെ. ഓക്കെ, ഈ Rn3 എടുത്തിട്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി Rn2 ഒക്കെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ഫോഴ്സ് പിയും കിട്ടും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 ആണെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ നമ്പർ 4 വരെ യൂസ് ചെയ്തതാണ് എൻ്റെ ഓർമ്മ. 1 2 3 ഇതാണ് നമ്പർ 4 മേ ബി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്പർ 5, ഇങ്ങനെയാണെങ്കിൽ ഇത് നമ്പർ 6. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് Rn3 ഇൻ ഇക്വേഷൻ നമ്പർ 5, നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് പി ഈക്വൽ ടു സംവാട്ട് ന്യൂട്ടൺ എന്ന് കിട്ടും. പി മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ വെഡ്ജ് ബോഡി സിസ്റ്റം നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ആകെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഫ്രീ ബോഡി ഡയഗ്രം വരക്കണം, അതുപോലെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതണം. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇപ്പോഴും സെയിം തന്നെ, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഇതിലാകെ കൂടുതലായിട്ട് ചെയ്യാനുള്ളത് ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കൂടെ ഏത് ഡയറക്ഷനിലാണെന്ന് അറിയണം. അതുകൂടെ അറിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതാണ് നമുക്ക് സിമിലർ ആയിട്ടുള്ള വേറെ എന്താ ചോദിച്ചാൽ നോക്കാം. റിയാക്ഷൻസ്, സപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ട്. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ, ഇത് മൊഡ്യൂൾ 3 ആയി. ഓക്കെ, ടു വെഡ്ജസ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാം. റൈറ്റ്. Two wedges A and B are used to raise another block C weighing 1000 Newton. റൈറ്റ്. രണ്ട് ബ്ലോക്സ് ഉണ്ട്, വെഡ്ജ് ഉണ്ട് എയും ബിയും. ഈ രണ്ട് വെഡ്ജ് ഉണ്ട് ഈ കേസിലെ. ഇതുവരെ ഒന്നേ കണ്ടുള്ളൂ, ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. കാര്യമൊന്നുമില്ല, സെയിം അനാലിസിസ്, സെയിം പ്രോസീജർ. യൂസ് ടു റേസ് അനദർ ബ്ലോക്ക് സി, യൂസ് ടു റേസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ബ്ലോക്ക് സിനെ നമുക്ക് അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ആവശ്യം. നമുക്കത് അത്യാവശ്യമുണ്ട്, കാരണം നമുക്ക് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നമുക്കറിയണം. ആൻഡ് വെയിങ് 1000 ന്യൂട്ടൺ, ഇതിൻ്റെ വെയിറ്റ് 1000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഷോൺ ഇൻ ഫിഗർ തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. Assuming coefficient of friction as 0.25 for all the surfaces, എല്ലാ സർഫസിലും 0.25 ആണ്. Determine the value of P for impending upward motion of C. ഈ ബോഡി അപ്വേർഡ് ആണ് മൂവ് ചെയ്യാൻ ടെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഇംപെൻഡിങ് അപ്വേർഡ് മോഷൻ ഓഫ് സി ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ പി കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ലോജിക്, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ലോജിക്, വിച്ച് മീൻസ് നമുക്കറിയാം ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കുമ്പോൾ, 1000 ന്യൂട്ടൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, റൈറ്റ്? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി സിമെട്രിക് അല്ലേ? അതിൻ്റെ ഷേപ്പ് നോക്കിയാലും അതിൻ്റെ ഓറിയൻറ്റേഷൻ ആയാലും വെഡ്ജും ബോഡി എന്തെടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സിമെട്രിക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ Rn1 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ നോർമൽ റിയാക്ഷനും Rn1 ആയിരിക്കും. ഇറ്റ്സ് എ ലോജിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമെട്രിക് ആയിട്ട് നമ്മൾ നിലത്ത് നിൽക്കുക എന്ന് വിചാരിച്ചോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് സിമെട്രിക് ആയിട്ട്, കാല് കുറച്ച് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാലിലേക്കും നമ്മളെ ബോഡി ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ വളരെ സിമെട്രിക് ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, ചെരിഞ്ഞും വളഞ്ഞോ എന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കാലിലേക്കും വരുന്ന ഓപ്പോസിറ്റ് നോർമൽ റിയാക്ഷനും സെയിം ആയിരിക്കും അല്ലേ? ഇറ്റ്സ് എ കോമൺ സെൻസ്. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് Rn1ഉം ഇത് Rn2 എടുത്തിട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ അനാലിസിസ് കുറച്ച് ലെങ്തി ആവുന്ന മാത്രമേ ഉള്ളൂ. ആൻസറൊക്കെ സെയിം തന്നെ കിട്ടും. കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഈ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, കൂടുതലൊന്നും ചെയ്യേണ്ട. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0 നമ്മൾ കൂടുതൽ സമയം ചെയ്യേണ്ടി വരും, കൂടുതൽ തവണ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കേസിൽ നമ്മൾ ബോഡി സിയും എടുക്കും, ഏതെങ്കിലും ഒരു വെഡ്ജ്, ലെറ്റ്സ് സേ വെഡ്ജ് ബി എടുക്കാം. ഏതെങ്കിലും ഒരു വെഡ്ജ് കണ്ടുപിടിച്ചാൽ മതി, കാരണം അതേ വെഡ്ജിലുള്ള സെയിം എഫക്റ്റ് തന്നെയായിരിക്കും വെഡ്ജ് എയിലും. ബിയിൽ കണ്ടു കഴിഞ്ഞാൽ എയിൽ തന്നെയാണ് സെയിം. നമ്മളപ്പോൾ ഒരു ബോഡിയും ഒരു വെഡ്ജും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, ജസ്റ്റ് ബിക്കോസ് ദ സിസ്റ്റം ഈസ് സിമെട്രിക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം വെച്ച് തുടങ്ങാം. ഇവിടെ തന്നിരിക്കുന്നത് ആകെ ഒരു 0.25 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ മാത്രമാണ്. ഇനഫ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം. സിമെട്രിക് ആയിട്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. ദെൻ ഇനി ഇതിനൊരു സെൽഫ് വെയിറ്റ് ഉണ്ട്. യെസ്, ഇറ്റ് ഈസ് 1000 ന്യൂട്ടൺ. ഓക്കെ, 1000 ന്യൂട്ടൺ സെൽഫ് വെയിറ്റ്. പിന്നെ ഒരു നോർമൽ റിയാക്ഷൻ ഇവിടെ ഉണ്ടാവും, റൈറ്റ്? നോർമൽ റിയാക്ഷൻ Rn1 സെയിം ഈ ഒരു സർഫസിനും പെർപെൻഡിക്കുലർ ആയിട്ടൊരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും.
നമ്മൾ പറഞ്ഞു അത് രണ്ടും സെയിം ആയിരിക്കും. അതിലൊന്ന് മാത്രം എടുത്താൽ പോരാ, രണ്ടും എടുക്കണം. വെഡ്ജ് നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, കാരണം വെഡ്ജ് സെപ്പറേറ്റ് എടുക്കില്ല. ഈ രണ്ട് നോർമൽ ആക്ഷനും സെയിം ആയിരിക്കും എന്ന ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. ഓക്കെ. സോ വേറെ ഫോഴ്സസ് ഒന്നും ഇല്ല, അപ്ലൈഡ് ഫോഴ്സ് ഇല്ല, ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്, ദെൻ നോർമൽ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വെറും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ മാത്രമാണ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അറിയണമെങ്കിൽ ഏതൊക്കെയാണ് കോൺടാക്ട് സർഫസസ് എന്നറിയണം. കോൺടാക്ട് സർഫസ്, യെസ്, ഒന്നിതാണ്, അടുത്തത് ഇയാളാണ്. നമുക്ക് ആ ബി യു ആയിട്ടുള്ള കോൺടാക്ട് സർഫസ് ആദ്യം നോക്കാം. ബി യു ആയിട്ടുള്ള കോൺടാക്ട് സർഫസ്, നമ്മളെ ബോഡി മുകളിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, വിച്ച് മീൻസ് നമ്മുടെ വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അതിനോട് ടച്ച് ചെയ്ത് കിടക്കുന്ന ബോഡി മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. റൈറ്റ് അല്ലേ? അപ്പോൾ ബോഡിയുടെ മൂവ്മെൻറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ദിസ് വൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വരയ്ക്കാം. ഇതായിരിക്കും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, വിച്ച് ഈസ് 0.25 ഐ തിങ്ക് Rn1, μ Rn1 നമുക്ക് തന്നിട്ടുണ്ട് മ്യൂൻ്റെ വാല്യൂ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് സെയിം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ തന്നെ ഈ സൈഡിലും ഉണ്ട് അല്ലേ? അതും നോക്കാം. എൻ്റെ വെഡ്ജ് മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്, ദാറ്റ് മീൻസ് ഇതാ വെഡ്ജിൻ്റെ ഈ സർഫസ് മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ദ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ബോഡി ദാറ്റ് സർഫസ് ഷുഡ് ബി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ വെഡ്ജ് മൂവ്മെൻറ്റ് അല്ലേ? റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബോഡിയുടെ ആ സർഫസിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. അപ്പം നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. സോറി അല്ലേ, എവിടെ വേണമെങ്കിലും വരച്ച് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ സൈഡിൽ കാണിച്ചു തന്നത്, ബട്ട് ഇറ്റ് ഷുഡ് ബി ടുവേർഡ്സ് ഡൗൺവേർഡ് ഇൻക്ലൈൻ. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.25 Rn1 ആണ് ആ സർഫസിലെ നോർമൽ റിയാക്ഷൻ, അതുകൊണ്ട് 0.25 Rn1. ഓക്കെ, വേറെ ഫോഴ്സുകളൊന്നും ഇല്ല, സെൽഫ് വെയിറ്റ് ഉണ്ട്, നോർമൽ റിയാക്ഷൻസ് 2 പേര് മാത്രം. യാ, കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു കാര്യം, ഇനി ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ കണ്ടുപിടിക്കണം. നമുക്ക് എന്തായാലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഒന്ന് വരച്ച് വെച്ചേക്കാം. കമ്പോണൻസ് ഇതാ 0.25 Rn1 ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, 0.25 Rn1 ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. സെയിം ഇൻ ദ കേസ് ഓഫ് 0.251 ആൻഡ് 0.25 Rn1. അതുപോലെ സെയിം Rn1 കേസിലും ഉണ്ടാവും ഇവരൊക്കെ തന്നെ അല്ലേ? Rn1 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, Rn1 ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ്. റൈറ്റ്, ഇത്രയും പേരാണ് ഉള്ളത്. ജസ്റ്റ് എ സെക്കൻഡ്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോൾ ഒന്ന് വരാം. ജസ്റ്റ് ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വന്നാലോ? ഫ്രീ ബോഡി ഡയഗ്രാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ കമ്പോണൻസ് മാത്രമേ വരയ്ക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതും ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് ബോഡി സി എന്നൊക്കെ പേര് തന്നിട്ടുണ്ട്. സോ നമുക്ക് ബോഡി സി എന്ന പേര് യൂസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഓരോ ഹൊറിസോണ്ടൽ ഫോഴ്സസും നമുക്ക് ആദ്യം ആംഗിളൊക്കെ അറിയണം അല്ലേ? കാരണം എല്ലാം ഹൊറിസോണ്ടൽ ഫോഴ്സായിട്ട് ആരുമില്ല. ഇവിടെ നമുക്ക് അലോങ് ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ദ പ്ലെയിൻ എന്ന് എടുക്കുന്നതിൽ വലിയ റോളില്ല. കാരണം നിങ്ങൾ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും, ഒരു പ്ലെയിൻ ഇങ്ങോട്ടേക്കാണ്, ഒരു പ്ലെയിൻ ഇങ്ങോട്ടേക്കാണ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. നമുക്ക് പരമാവധി എളുപ്പത്തിൽ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഒറ്റ നോട്ടത്തിൽ എന്താണോ കിട്ടുന്നത് ആ വഴിക്ക് അങ്ങ് പോവാം. ഇപ്പം ഞാൻ കണ്ടപ്പോൾ തന്നെ ആ ഫോഴ്സിനെല്ലാം ഹൊറിസോണ്ടലും വെർട്ടിക്കലാക്കി. കുറേ റിസോൾവ് ചെയ്യാനുണ്ട്, ശരിയാണ്, എല്ലാ ഫോഴ്സിനും റിസോൾവ് ചെയ്യേണ്ടി വന്നു. ബട്ട് അതാണ് തോന്നിയത്, ആ വഴിക്ക് അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ആദ്യം ആംഗിൾ വേണം. ആംഗിൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത് 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ ദിസ് ഇസ് ടോട്ടൽ ഓഫ് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 180 ആണ്. അപ്പോൾ ബാക്കി 60 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് 30 ആയിരിക്കും, ഇതും 30 ആയിരിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് Rn1 ആവശ്യം, ഫോർ എക്സാമ്പിൾ ഈ ആംഗിൾ കിട്ടുമായിരുന്നെങ്കിൽ നല്ലത്. ഇതാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടുമോ നോക്കാം. ഈ ആംഗിൾ കിട്ടുക മീൻസ് നമുക്ക് ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 30 എന്ന് പറഞ്ഞു, ഇത് 90 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? സെയിം ആംഗിൾ അല്ലേ താഴെ? അപ്പോൾ ദിസ് വൺ വിൽ ബി 60. ഇവിടുത്തെ കേസ് അത് തന്നെ. ഇത് 30 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. സോ ഇതും 60 തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഇത് 60 ഡിഗ്രിയാണ്, നമ്മൾ കണ്ടുപിടിച്ചു. ഇത് 60 ഡിഗ്രിയാണ്. പിന്നീട് നമുക്ക് ആവശ്യം ഈ ഒരു ആംഗിൾ എങ്ങാനും കിട്ടുകയാണെങ്കിൽ ബെറ്ററാണ്. ഈ ആംഗിൾ കിട്ടുക മീൻസ് നമ്മൾ കണ്ടു ഇത് 30 ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആവശ്യം ഈ ആംഗിളാണ് നമുക്ക് ആവശ്യം അല്ലേ? ഈ ഒരു ലൈൻ, ഈ ലൈൻ തമ്മിൽ. അപ്പോൾ ഈ ഒരു ആംഗിൾ 30 ആണെങ്കിൽ തീർച്ചയായിട്ടും 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും 30 ആയിരിക്കും. ഞാൻ ഇതിന് പാരലായിട്ടല്ലേ വരച്ചേക്കുന്നത്, റൈറ്റ്? അപ്പോൾ അതും 30 ആണെന്ന് കിട്ടി. സെയിം ഇൻ ദ കേസ് ഓഫ് റൈറ്റ് സൈഡ് ഓൾസോ. ദിസ് ഇസ് 30 ഡിഗ്രി ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ 30. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പോണൻസ് എഴുതാം. കമ്പോണൻസ് മീൻസ് this one 0.25 Rn1 sin 30, ഇത് 0.25 Rn1 cos 30, ഇത് 0.25 Rn1 sin 30, this one 0.25 Rn1 cos 30. ഇതിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ ഇത് ഞാൻ താഴെ എഴുതാം. Rn1 cos 60 വരും, ഇത് Rn1 cos 60 വരും. ഓക്കെ, ഇത് Rn1 sin 60, ഇത് Rn1 sin 60. ഓക്കെ, എല്ലാ ഫോഴ്സസ് വൈ. ഇനി നമുക്ക് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 വെച്ച് ചെയ്യാം. ഇപ്പം തന്നെ ഒരു ചെറിയ വളരെ ചെറിയൊരു ലോജിക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആണ് അല്ലേ? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. എന്തെങ്കിലും പറയാൻ ഉണ്ടോ? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ്? എല്ലാം ക്യാൻസൽ ആയിപ്പോ അല്ലേ? വെരി ഗുഡ്, കറക്റ്റ്. എല്ലാം ക്യാൻസൽ ആയിപ്പോ. നിങ്ങൾ എഴുതി നോക്കിയോ, തെറ്റൊന്നുമില്ല. ഞാൻ സമയം കളയണ്ടെന്നുള്ളതിൽ ഞാൻ പറയാം. ഇത് 0.25 Rn1 cos 30 അങ്ങോട്ടേക്കും, നേരെ ഓപ്പോസിറ്റ് 0.25 Rn1 cos 30 ഇങ്ങോട്ടേക്കും. അതെന്തായാലും നമ്മൾ എഴുതുമ്പോൾ 1+1 മീൻസ് അത് ക്യാൻസൽ ആയിപ്പോ. പിന്നെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് ഇത്. Rn1 sin 60 പോസിറ്റീവും, Rn1 അതല്ല അല്ലേ, ഇത് Rn1 cos 60 പോസിറ്റീവും, Rn1 cos 60 നെഗറ്റീവും. ഈ 4 ഫോഴ്സാണ് ആകെയുള്ള ഹൊറിസോണ്ടൽ. ഇവരെല്ലാവരും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം 0 എന്ന് തന്നെ കിട്ടും. പ്രത്യേകിച്ച് അൺനോൺ ഒന്നും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഇത് എഴുതിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഞാനത് മുഴുവൻ എഴുതുന്നില്ല. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞങ്ങ് തീരും. എല്ലാം കൂടെ ആഡ് ചെയ്ത് അവിടെ തന്നെ 0 ആയിപ്പോകും. അതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല. എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു 1-2 മിനിറ്റ് എടുക്കും. ഞാനത് എഴുതുന്നില്ല. ഓക്കെ, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എഴുതാം. എഴുതിയാൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്തു. അത്ര തന്നെ. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 നോക്കാം. അത് അവിടെ ഈ പ്രശ്നം തന്നെ, സെയിം ഫോഴ്സുകളാണ്. പക്ഷേ നോക്കിയേ, 0.25 Rn1 sin 30യും 0.25 Rn1 sin 30യും രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അതെന്തായാലും ആഡ് ആയിക്കോളും. ഓക്കെ, അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്ന പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അത് എഴുതി നോക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഇതാ -1000, അത് വെച്ച് തുടങ്ങിക്കോ. എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ. -1000 ഒരു വെർട്ടിക്കൽ ഫോഴ്സ്. ഒരാൾ ഇത് -0.25 Rn1 sin 30, അതേപോലെ തന്നെ ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ? അതും മൈനസ് തന്നെയാണ്. അപ്പോൾ അത് -2 ഇൻറ്റു എന്നൊക്കെ ആയിക്കോളും. ഓക്കെ, -25 Rn1 sin 30. പിന്നെ ഇതാ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഇയാളാണ്, Rn1 sin 60. ഞാനത് തൽക്കാലം താഴെ എഴുതാണ്. പ്ലസ്
Rn1 sin 60, അതുപോലെ ഇത് ഇവിടെ ഒരാളാണ് പ്ലസ് Rn1, അതുമെല്ലാം 2 ഇൻറ്റു Rn1 sin 60 ആയിക്കോളും. ഇത് -2 ഇൻറ്റു 0.25 എന്നൊക്കെ ആയിക്കോളും. Rn1 sin 60. ഓക്കെ, നോക്കി എല്ലാ വെർട്ടിക്കൽ ഫോഴ്സും ആയില്ലേ? 1 2 3 4 5. യെസ്, എല്ലാവരും ആയി. ഓക്കെ, 1000 ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. നോക്കി എത്ര പേര് അൺനോൺ ഉള്ളത്? ആകെ ഒരേ ഒരാൾ, Rn1 അല്ലേ? ഇവിടുന്ന് തന്നെ നമുക്ക് Rn1 ഈക്വൽ ടു ദിസ് മച്ച് ഓഫ് ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതെല്ലാവരെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Rn1 മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഓക്കെ, Rn1 എല്ലാം കോമൺ ആക്കി എടുക്കുക. ദെൻ എല്ലാ വാല്യൂ എടുത്ത് റൈറ്റ് സൈഡ് ഇടുക. സെയിം Rn1. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വെഡ്ജിൻ്റെ കേസ്. ഓക്കെ, വെഡ്ജിൻ്റെ കേസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഫിഗർ ഒന്നിങ്ങ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. സോ എപ്പോഴും എല്ലാ കാര്യങ്ങളും എഴുതിക്കൊണ്ട്, മീൻസ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ലൈക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് വെഡ്ജ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളെ വെഡ്ജ് ഏതൊരു വെഡ്ജ് എടുക്കാം, എയോ ബിയോ. നമ്മൾ ആ റൈറ്റ് സൈഡിലുള്ള വെഡ്ജ് യൂസ് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് വെറുതെ ഞാൻ ആ ബി വെഡ്ജ് വരക്കാം. ഏത് വരച്ചാലും കുഴപ്പമില്ല, വട്ട് എവർ ഇറ്റ് ഈസ്, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് വെഡ്ജ്. അതിൻ്റെ മുകളിൽ ആദ്യം തന്നെ നമുക്ക് കാണാം ഒരു അപ്ലൈഡ് ഫോഴ്സ് പി ഉണ്ട്. അപ്ലൈഡ് ഫോഴ്സ് പി. ദെൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. സോ നോർമൽ റിയാക്ഷൻ, അതൊരു പുതിയ നോർമൽ റിയാക്ഷനാണ്. ആ സർഫസിൽ ഞാൻ ഇതിലൊന്നും അനാലിസിസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് Rn1 മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. Rn2. പിന്നെ ഇത് ഈ ബോഡി പോയിട്ട് വെഡ്ജിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാരായിരുന്നു? നമ്മൾ നേരത്തെ ആദ്യം വെഡ്ജിനെ കൊണ്ട് ബോഡിക്ക് കിട്ടിയിരുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു, Rn1. സെയിം Rn1 തന്നെയായിരിക്കും ഇവിടെയും വരാൻ, നമുക്കറിയാം. സോ ബോഡി വന്നിട്ട് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഒരു നോർമൽ റിയാക്ഷൻ. സോ ഞാനത് കൊണ്ടൊന്ന് വരയ്ക്കാം. Rn1 സെയിം Rn1, എല്ലാം നോർമൽ റിയാക്ഷൻസ് ആയി, അപ്ലൈഡ് ഫോഴ്സ് ആയി, സെൽഫ് വെയിറ്റ് ഇല്ല അല്ലേ? സെൽഫ് വെയിറ്റ് ഇല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. നോക്കാം, ബോഡി മുകളിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന്. അപ്പോൾ എന്തായാലും ബോഡി മുകളിലേക്ക് പോകണമെങ്കിൽ ഈ വെഡ്ജ് ഇങ്ങോട്ടേക്കും വരണം, ഈ വെഡ്ജ് ഇങ്ങോട്ടേക്കും വരണം, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വെഡ്ജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഒരു സർഫസിലും വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, ഈ ഒരു സർഫസിലും വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, റൈറ്റ്? ഇനി നമുക്ക് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അറിയണം. മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. മുകളിലത്തെ സർഫസിൻ്റെ കേസിലും സെയിം തന്നെ, ഇങ്ങോട്ടേക്കാണ് വെഡ്ജ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ മ്യൂ വാല്യൂ തന്നിട്ടുണ്ട് തോന്നുന്നു, 0.25 Rn2. അവിടെ Rn2 ആയിരുന്നു. ദെൻ ഇവിടെ ടുവേർഡ്സ് ഔട്ട്സൈഡ് അപ്വേർഡ് ആയിരുന്നു. സോ ദിസ് വൺ മ്യൂ Rn1. നമുക്കറിയാം ഈ സർഫസിൽ എന്തായാലും മ്യൂ Rn1 തന്നെ ആയിരിക്കും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, കാരണം സെയിം കോണ്ടാക്ട് സർഫസിലുള്ള, കണ്ടില്ലേ, മ്യൂ അല്ല 0.25 എന്നൊക്കെ കൊടുക്കായിരുന്നു അല്ലേ, 0.25 Rn1. അതേ മ്യൂ Rn1 തന്നെയാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്, സെയിം കോണ്ടാക്ട് സർഫസ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാത്രം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും താഴേക്ക് വരച്ച് ഇത് മുകളിലേക്കായിരിക്കും, നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇനി ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എഴുതാം. ഓക്കെ, സെയിം പ്രൊസീജിയർ, യാതൊരു മാറ്റവും ഇല്ല. ഇക്വിലിബ്രിയം ഓഫ് wedge. Okay, that means sigma fx
ഈക്വൽ ടു 0. എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ കുറച്ച് കമ്പോണൻസ് ഒക്കെ നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കമ്പോണൻസ് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇത് ഇയാൾക്കൊരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, അതൊരു ഇയാൾക്കൊരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഇയാൾക്കൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇയാൾക്കൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ നോക്കാം. ആംഗിൾ നോക്കാൻ വേണ്ടി നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. തന്നിരിക്കുന്നത് ഇതൊരു 120 ഡിഗ്രി ആണ് തന്നിട്ടുണ്ടല്ലോ. ദാറ്റ് മീൻസ് എന്താ, ഇത് 120 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം 60 ആണ്. അപ്പോൾ ഇതെന്തായാലും 30 ആയിരിക്കും അല്ലേ. 120 ആണ് ടോട്ടൽ. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 60 ആയിരിക്കും. ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് ഇത് 30 ആയിരിക്കും. അപ്പം നമുക്കറിയാം ഈ ആംഗിളും 30 ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതാ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 90 ആണ്. അപ്പോൾ ഇത് 60 ആണ് അല്ലേ. ഇത് 60 ആണെങ്കിൽ ഇത് 90 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. ഓക്കെ, ഫിഗർ ഒന്ന് കുറച്ച് വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദിസ് വൺ ഈസ് 30 എന്ന് വെച്ചാൽ ഇത് 60 ആണെന്ന് അർത്ഥം. നമ്മൾ നോക്കുന്നില്ല, ഏതാണോ ആദ്യം കിട്ടുന്നത് അതങ്ങ് വരച്ചങ്ങ് പോകും മുന്നോട്ടേക്ക്. ഓക്കെ, ഇനി നമുക്ക് കമ്പോണൻസ് എഴുതാം. കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0.25 RN1 cos 30, ഇത് 0.25 RN1 sin 30, ഇത് RN1 അല്ലേ, RN1 cos 30 ഡിഗ്രി sin 30 ഡിഗ്രി. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് എഴുതുന്നത്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ദാറ്റ് മീൻസ് ഇത് RN1 cos 30. ഓക്കെ, ഇനി യൂഷ്വൽ പ്രൊസീജിയർ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എഴുതുക. ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താ, ഇവിടെ ഒരു 0.25 RN2 ഉണ്ട്. 0.25 RN2. എനി മെസ്സേജസ്? 0.25 RN2 പോസിറ്റീവ് ആണ്. ദെൻ ഒരു മൈനസ് പി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട് വിച്ച് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ 0.25 RN1 cos 30. അതുപോലെ ഇതാ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട് പ്ലസ് RN1 sin 30. കഴിഞ്ഞില്ലേ? ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ്, രണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ്, 3, 4 ഹൊറിസോണ്ടൽ ഫോഴ്സസ് എല്ലാവരും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം RN2 ഈസ് എൻ അൺനോൺ. RN1ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് അറിയുന്ന നോൺ വാല്യൂ ആണ്. RN2 അൺനോൺ ആണ്, P അൺനോൺ ആണ്. ഓക്കെ, രണ്ട് അൺനോൺ വാല്യൂസ് ഉണ്ട്. സോ ഈ ഇക്വേഷൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ലിസ്റ്റ് ചെയ്തു. വെർട്ടിക്കൽ ഫോഴ്സസ് ഇതാ ഒരു RN2 അപ്വേർഡ് പ്ലസ് RN2. ഓക്കെ, ദെൻ വെർട്ടിക്കൽ ഫോഴ്സ് ഒരാൾ ഇവിടെയുണ്ട് വിച്ച് മീൻസ് ഇറ്റ്സ് ഓൾസോ ടുവേർഡ്സ് അപ്വേർഡ് 0.25 RN1 sin 30 ആൻഡ് പിന്നെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ടുവേർഡ്സ് ഡൗൺവേർഡ്. സോ മൈനസ് RN1 cos 30. എല്ലാ ഫോഴ്സസുമായി. വെഡ്ജിന് വെയിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. അവിടെയും നമുക്കറിയാം RN1 ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആകെ അൺനോൺ ആയിട്ട് ഇവിടെ കിടക്കുന്നത് RN2 മാത്രമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് RN2ന് ഒരു വാല്യൂ കിട്ടും. ഓക്കെ,
പിന്നെ യൂഷ്വൽ പ്രൊസീജിയർ ഈ RN2 എടുത്തിട്ട് നേരെ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പി കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് RN2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ കാൽക്കുലേഷൻ, റൈറ്റ്. ഇവിടെയും ചെയ്തിരിക്കുന്നത് ഒരു ബോഡി, ഒരു വെഡ്ജ്, അതിൻ്റെ രണ്ടുപേരുടെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, രണ്ടുപേരുടെയും ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതുക. അതിലാകെ രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ അറിയണം. അതിന് ബോഡി ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞാൽ മതി, ഫസ്റ്റ് വൺ. പിന്നെ ഒന്ന് അറിയാനുള്ളത് ആംഗിളാണ്. ആംഗിൾ നമ്മൾ പണ്ടേ പഠിക്കുന്നത് ഏത് ഡയറക്ഷനിൽ എവിടേക്ക് വേണമെങ്കിലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എവിടെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ടോ റെഡ്യൂസ് ചെയ്തിട്ടോ വട്ടവർ ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരയ്ക്കുക. അവിടെ നമുക്ക് ആംഗിളും കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ആകെ ഒരു വ്യത്യാസം, രണ്ട് വെഡ്ജസ് വന്നു, ബട്ട് നമ്മൾ കണ്ടപ്പോൾ അത് സിമെട്രി ആണെന്ന് മനസ്സിലാക്കി നമ്മൾ അതുകൊണ്ട് ഒരു വെഡ്ജ് മാത്രം ചെയ്തു. ഇത് ഇവിടെ കൊണ്ട് തന്നെ പി കിട്ടിക്കഴിഞ്ഞു അല്ലേ, പിയുടെ വാല്യൂ കിട്ടി. സെയിം പി തന്നെ ആയിരിക്കണം ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങളിത് വെഡ്ജ് ബിയും എയും കൂടെ ചെയ്തു വിചാരിച്ചോ, അവിടെ നിങ്ങൾക്ക് സെയിം വാല്യൂ RN ഒക്കെ ചേഞ്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെയിം ഒരു പി തന്നെ നമുക്ക് വീണ്ടും കിട്ടും. ഓക്കെ, അത് പി ഡബിൾ ആക്കി എഴുതുമോ ഹാഫ് ആക്കി എഴുതുമോ ഒന്നും വേണ്ട, പി ആയിട്ട് തന്നെ കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, സോ ഇന്നത്തേക്ക്